ഭീഷ്മരുടെ അനുഗ്രഹം വാങ്ങി കർണൻ ദുര്യോധനന്റെ അടുത്ത് മടങ്ങിയെത്തുന്നു. കൗരവരും സൈന്യങ്ങളും ഹർഷാരവം മുഴക്കി കർണനെ അഭിവാദ്യം ചെയ്തു. കർണന്റെ അത്ഭുതകരമായ ആയുധവിദ്യകൾ തങ്ങൾക്ക് യുദ്ധത്തിൽ പ്രയോജനകരമാകുമെന്ന് അവർ കരുതി. വിലാളി വീരനായ കർണൻ തേരിലേറി നിൽക്കുന്നത് കണ്ടപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, കർണ, കൗരവ സൈന്യം ഇപ്പോൾ സന്നാദ്ധമായിരിക്കുന്നു. ഇതേവരെ ഭീഷ്മർ സേനാനായകനായിരുന്നു. അദ്ദേഹം 10 ദിവസം ഞങ്ങളെ കാത്തുരക്ഷിച്ചു. ഇനി ആരെയാണ് സേനാനായകനാക്കേണ്ടത്? കർണ, അങ്ങു തന്നെ അത് പറഞ്ഞാലും. കർണൻ പറയുന്ന ആളെ ഞാൻ സേനാനായകനാക്കും. അതിൽ ഒരു മാറ്റവുമില്ല. അങ്ങ് പറഞ്ഞോളൂ. ദുര്യോധനന്റെ ഈ വാക്കുകൾ കേട്ട് കർണൻ പറഞ്ഞു, ദുര്യോധന, നമ്മുടെ സൈന്യത്തിലുള്ള മഹാത്മാക്കളെല്ലാം സേനാപതിയാകുവാൻ അർഹതയുള്ളവർ തന്നെയാണ്. എങ്കിലും മുതിർന്ന ഒരാളെ സേനാനായകനാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് അതിന് ഏറ്റവും യോഗ്യനായ വ്യക്തി ദ്രോണാചാര്യർ തന്നെയാണ്. അതുകൊണ്ട് ദുര്യോധന, ദ്രോണാചാര്യരെ അങ്ങ് സേനാനായകനാക്കിയാലും. കർണന്റെ ഈ വാക്കുകൾ കേട്ട് ദുര്യോധനൻ ദ്രോണാചാര്യരെ കാണുവാനായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു.